ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 3 ആഴ്ചകൾക്ക് ശേഷം ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 3 ആഴ്ചത്തെ ബ്രേക്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുകയായിരുന്നു, വെറുതെ വീട്ടിലിരിക്കുകയല്ലായിരുന്നു. ഇന്നലെയോ മിനിഞ്ഞാന്ന് ഞാനൊരു ആൻറ്റിയെ കണ്ടപ്പോൾ പറഞ്ഞു, ശനിയാഴ്ച രാവിലെ 9:15 എന്താ ചെയ്യേണ്ടിയെന്ന് വണ്ടറടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന് എന്നോട് ആൻറ്റി വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എൻ്റെ ശുശ്രൂഷകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഈ ശനിയാഴ്ച രാവിലത്തെ നമ്മുടെ ഒരുമിച്ചുള്ള പഠനമാണ്. ഞാനത് അതിശയോക്തി പറയുന്നതല്ല, യഥാർത്ഥമായി എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. എന്നാൽ ഈ സമയത്ത് തിരക്കുകളുണ്ട്, ആവശ്യങ്ങളുണ്ട്, അതിൻ്റെ പുറകിൽ പോകാതെ നമുക്ക് ചെയ്യാൻ വേറെ വഴിയില്ല. തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും കോട്ടയത്തും ഒക്കെ ദൈവത്തിൻ്റെ കൃപ വലിയ രീതിയിൽ വ്യാപരിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഒരു സാക്ഷ്യം പറയാം. മിനിഞ്ഞാന്ന് ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം, ഞാൻ പറഞ്ഞില്ലേ 9 to 9 ഞാൻ പ്രസംഗിച്ചത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ശബ്ദം എല്ലാം പോയി. അപ്പോൾ എനിക്ക് ശബ്ദമില്ലായിരുന്നു ഒരു ദിവസത്തേക്ക്. അപ്പോൾ പിറ്റേ ദിവസം പ്രസംഗിക്കാൻ ഞാൻ വേറൊരാളെ അയക്കേണ്ടി വന്നു. അപ്പോൾ കോട്ടയത്തെ ഞങ്ങളുടെ കോൺസെർട്ട് കഴിഞ്ഞ് ഒരുപാട് യുവാക്കൾ തിങ്ങി നിറഞ്ഞ നിന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ പിള്ളേരൊക്കെ എവിടെ? ഞങ്ങളെല്ലാം ഓർത്ത് ഇവരെല്ലാം കാനഡയിൽ. ആരും കാനഡയിലൊന്നുമല്ല, അവരെല്ലാം ഉണ്ട്. അവർ വരാത്തതിൻ്റെ കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആരാണ്ട് പറഞ്ഞതുപോലെ, യങ് പീപ്പിൾ ആർ ഓൾ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് തിങ് ഇൻ ദ റോങ് പ്ലേസ്. ദർ ഓൾ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് തിങ്സ് ഇൻ ദ റോങ് പ്ലേസസ്. അവർ വന്നു. ഒരു പയ്യൻ, എനിക്ക് അവനെ ഒന്നും അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു. ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് ചെയ്ത ഒരു കാര്യമാണ്, കോൺസെർട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾ സുവിശേഷം എല്ലാം പങ്കുവെച്ചു. അവൻ ഇപ്രകാരം എഴുതി. അവൻ പറഞ്ഞു, അച്ചാച്ചാ, വാട്ട് യു ഓൾ ഷെയർ ഡ്യൂറിങ് ദ കോൺസെർട്ട് healed my broken heart. I never thought that God could put together the broken pieces of my life. എൻ്റെ തകർന്ന ജീവിതത്തെ ഒരുമിച്ച് കൂട്ടാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഞാൻ വരാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയുമല്ല, എന്നാൽ കർത്താവ് എന്നെ തൊട്ടു. അതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ബന്ധപ്പാടുണ്ട്. ഇറ്റ്സ് എ വെരി വെരി ടയറിങ് വർക്ക്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇനി അടുത്ത ആഴ്ച കുവൈറ്റ്, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വെല്ലൂർ ടീമായിട്ട് പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ വി ആർ ഗോയിങ് ബാക്ക് ടു ബാക്ക്. അതുകൊണ്ട് നമ്മുടെ സ്റ്റഡി ഇച്ചിരി എറാറ്റിക് ആയിരിക്കും. ദൈവമക്കൾ ഒരുപാട് കോപ്പറേറ്റ് ചെയ്യണം. ടിൽ December 5th ഇങ്ങനെ ബാക്ക് ടു ബാക്ക് മീറ്റിംഗ്സ് ആണ്. ഇടയ്ക്കൊക്കെ ഞാൻ സമയം കിട്ടും. ശനിയാഴ്ച ഫ്രീ ആണെങ്കിൽ ഞാൻ ബൈബിൾ സ്റ്റഡി ചെയ്തിരിക്കും, ദൈവം അനുവദിച്ചാൽ. പക്ഷെങ്കിൽ ഇറ്റ് വിൽ ബി വെരി നോൺ സിസ്റ്റമാറ്റിക്. അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. യു ഷുഡ് ബെയർ വിത്ത് മീ. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക്, ഐ നോ ഇറ്റ് വെരി വെൽ. ഐ ഓൾസോ വിഷ്, പൗലോസ് പറഞ്ഞ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഇൻ ദ ബിഗസ്റ്റ് സ്കീം ഓഫ് ഗോഡ്സ് കിങ്ഡം ഇങ്ങനത്തെ ചില യൂത്ത് മീറ്റിംഗ്സ് നമുക്ക് നടത്താതെ വേറെ വഴിയില്ല. ദർ ഇസ് നോ അതർ വേ. അതുകൊണ്ട് അത് ചെയ്തേ ഒക്കൂ. ആൻഡ് സാറ്റർഡേസ് ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈംസ് ഫോർ വീക്കെൻഡ്സ് ആണ്. അപ്പോഴേ നമുക്ക് മീറ്റിംഗ്സ് നടത്താൻ ഒക്കത്തുള്ളൂ. ഞാൻ ഒരുപാട് ഇൻവിറ്റേഷനോട് നോ പറയുന്നുണ്ടെങ്കിലും ചിലതിനോട് പറയാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. മത്തായിയുടെ സുവിശേഷം നമുക്ക് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ചെയ്യാമോ അപ്പോഴെല്ലാം നമ്മൾ ചെയ്തു തീർക്കും. ആൻഡ് ഹെൻസ് ഇന്നത്തെ സെഷൻ ഇച്ചിരി ലോങ് ആയിരിക്കും. നിങ്ങൾ ഇരിക്കണം. ബട്ട് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. വി ആർ സ്റ്റാർട്ടിങ് ദ സെർമൺ ഓൺ ദ മൗണ്ട്. ഗിരിപ്രഭാഷണങ്ങൾ നമ്മൾ തുടങ്ങിയാണ്. യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് തന്നെയുള്ള വാക്കുകൾ കേൾക്കാൻ പോവുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതുവരെ മത്തായി പറഞ്ഞതൊക്കെ കേട്ടു. ഇനിയും യേശു പറയാൻ പോകുന്നതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, ദ സെർമൺ ഓൺ ദ മൗണ്ടിൻ്റെ പാർട്ട് 1 ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ പാർട്ട് 1 എന്ന് പറയുന്നത് ബി ആറ്റിറ്റ്യൂഡ്സ് അല്ലേ? ആ ബി ആറ്റിറ്റ്യൂഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും ഉള്ള സെഷൻസിൽ ഞാൻ സാറ്റർഡേ മോർണിംഗ് എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, സാറ്റർഡേ മോർണിംഗ് എടുക്കുന്നില്ല. ജയകുമാർ ബ്രദർ മുമ്പേ പറഞ്ഞ പോലെ റിവിഷൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഭാഗമാണ് ഈ ബി ആറ്റിറ്റ്യൂഡ്സ് കേട്ടോ. അടുത്ത സെഷനിൽ എവിടെയൊക്കെ ഗ്യാപ്പ് വരുന്നോ എല്ലാ ശനിയാഴ്ചയും ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് ചുമ്മാ ഒന്ന് കേൾക്കണം. എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഞാൻ പറയാം. ഐ ടെൽ യു വൈ. ഓക്കെ, ദിസ് ഇസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഓക്കെ, നമ്മളിപ്പം എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞു, ദ ബർത്ത് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ജീസസ്. രാജാവിൻ്റെ വരവിനെക്കുറിച്ചും അവൻ്റെ ജനനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞു ലാസ്റ്റ് ടൈം നമ്മൾ എന്താണ് പഠിച്ചത്? ടെംപ്റ്റേഷൻസ് അല്ലേ? പരീക്ഷണങ്ങളെ യേശുക്രിസ്തു എങ്ങനെ അതിജീവിച്ചു. അപ്പോൾ ജയാളിയായ രാജാവിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി. ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ഭാഗം ചാപ്റ്റേഴ്സ് 5 to 7 എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം. ഒരു പക്ഷെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് പ്രീച്ചേഴ്സ് ഗ്രേറ്റസ്റ്റ് മെസ്സേജ് ആണ് ഗിരിപ്രഭാഷണം. ഈ ലോകം കണ്ടിടത്തേക്കും ഏറ്റവും വലിയ പ്രസംഗകൻ്റെ ഏറ്റവും വലിയ പ്രസംഗമാണ് 5 മുതൽ 7 വരെ.
അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം വിശ്വാസികളും ക്രിസ്ത്യാനികളും അല്ലാത്തവർ പോലും ഒരു പക്ഷെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗമായി വിശേഷിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ഗിരിപ്രഭാഷണം. അപ്പോൾ വിശ്വാസികൾക്ക് എത്രയോ 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 വലുതാണ്, വിലപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതിന് ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ sermon on the mount എന്ന് പേര് വരാനുള്ള കാരണം എന്നാ? അവൻ പുരുഷാരത്തെ കണ്ടാരെ മലമേൽ കയറി, അവൻ ഗിരിമേൽ കയറി. ഹി ഗോട്ട് ഓൺ ദ മൗണ്ടൻ. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരടുക്കൽ വന്ന് അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ഓക്കെ, തിരുവായി മൊഴിഞ്ഞ് അവൻ ഉപദേശിച്ചു. സോ ദ റീസൺ വൈ ഇറ്റ്സ് കോൾഡ് ദ sermon on the mount is because Jesus delivered this message from the mountain. അതാണ് അതിൻ്റെ കാരണം. ഓക്കെ, ശരി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടക്കാൻ പോകും. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഒരുപാട് ആഴമേറിയ സത്യങ്ങൾ, നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ പറ്റിയ സത്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പക്ഷെങ്കിൽ ഇതിൻ്റെ അവസാനമാകുമ്പോൾ ആദ്യം കേട്ടത് എന്താണെന്ന് മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആകെ കൂടെ ചെയ്യേണ്ടത് വരുന്ന ബ്രേക്സ് എല്ലാം ഇതൊന്ന് റിവൈസ് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശോധന ചെയ്യുവാനുള്ള. ഞാനിത് ചെയ്യാൻ പോവുകയാണ്. സോ എവറി ടൈം വി ആർ ഗോയിങ് ടു ടേക്ക് എ ബ്രേക്ക്. ഞാനിത് തന്നെ കേട്ട് എൻ്റെ ജീവിതത്തെ ശോധന ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ന കൂട്ടര് ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ ഹാപ്പി ആദോസ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, അല്ലേ? ഹാപ്പി ആദോസ്. നമ്മളെപ്പോഴും പ്രസംഗിക്കുന്ന ഞങ്ങൾ പ്രസംഗക്കാർ ചോദിച്ചു തുടങ്ങുന്ന ഒരു കാര്യം, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടോ? ചുമ്മാ അങ്ങ് ചോദിക്കും. ഏതാ? അപ്പം കരയുന്നവനും പറയും സന്തോഷമാണെന്ന് പറയും. അത് കാരണം സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ ബി ആറ്റിറ്റ്യൂഡ്സിനെ മംഗളവചനങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് മംഗള വചനങ്ങൾ. അപ്പോൾ ബ്ലെസ്ഡ് ആ ദോസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മലാക്കി പ്രവചനം പഠിച്ചതാ, ഓർക്കുന്നുണ്ടല്ലോ? പഴയ നിയമത്തിന്റെ അവസാനത്തെ പുസ്തകം തീരുന്നത് എങ്ങനെയാണ്? തീരുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മേൽ ശാപമുണ്ടാവും, അങ്ങനെയാ പറഞ്ഞത്. കേഴ്സ്ഡ്, ഒരു കേഴ്സിലാണ് നിർത്തുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ പുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാ? അനുഗ്രഹത്തിന്റെ വാക്കുകളാ. യു വിൽ ബി ബ്ലെസ്ഡ്. So the Old Testament ends with the curse, the New Testament begins with the blessing. അതുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ തുടങ്ങിയാൽ, anybody who starts the journey with Christ, you can be sure that your life will be blessed. ഇത് അനുഗ്രഹത്തിന്റെ വഴിയാ, അതിനകത്ത് തെറ്റൊന്നുമില്ല. The word blessing has been abused a lot, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ അനുഗ്രഹം ഒരു ബിബ്ലിക്കൽ വാക്കാണ്. ആൻഡ് ഗോഡ് വാണ്ട്സ് us to be under the blessing. അനുഗ്രഹത്തിന്റെ കീഴിൽ ജീവിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീസസ് ഇസ് നോട്ട് എ കിൽ ജോയ്. യൗവനക്കാരെല്ലാം പറയും ഈ ക്രിസ്തുവിന്റെ പുറകിൽ പോയാൽ സന്തോഷം കെടുത്തി കളയുന്നവൻ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പോരുത്, ഇങ്ങനെ. അങ്ങനല്ല. ക്രിസ്തു വന്നത് എന്താ? നമുക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാ. ഹി കെയിം സോ ദാറ്റ് ആർ ജോയ് മൈറ്റ് ബി കംപ്ലീറ്റ്. യഥാർത്ഥമായ ബ്ലെസ്സഡ്നെസ്സും യഥാർത്ഥമായ സന്തോഷം നൽകാൻ വേണ്ടിയാണ് ക്രിസ്തു വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി പാരഡോക്സിയൽ ടു ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിന്റെ വഴിയിൽ നിന്ന് നേരെ വിപരീതമാണ് ക്രിസ്തുവിന്റെ വഴി. ക്രിസ്തുവിന്റെ പഠിപ്പീരുകൾ കേട്ടിട്ടുണ്ടോ? വളരെ സിമ്പിളാണ്. മരിക്കുന്നവൻ ജീവൻ കണ്ടെത്തും, അല്ലേ? ഇഫ് യു വാണ്ട് ഫൈവ് ലൈഫ് യു ഹാവ് ടു ഡൈ. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇഫ് യു ഹാവ് ടു ഗെയിൻ യു ഹാവ് ടു ലൂസ്, അല്ലേ? എല്ലാം പാരഡോക്സിക്കലാണ് കർത്താവിന്റെ പഠിപ്പീര്. ഈ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മംഗളവചനങ്ങൾ മുഴുവനും പാരഡോക്സസാണ്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ പറയും, ഓ, ഇത് കഠിന ഉപദേശം. അതുകൊണ്ട് ആ ജനം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ദിസ് ഇസ് ഹാർഡ് ടീച്ചിങ്. പക്ഷെങ്കിൽ യു വിൽ ഫൈൻഡ് യുവർ ജോയ് ഇൻ സബ്മിറ്റിംഗ് ടു ദിസ് ഹാർഡ് ടീച്ചിങ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് പ്രയാസമുള്ള വചനങ്ങളാണ്, എന്നാൽ ഇവിടാണ് സന്തോഷം, ബ്ലെസ്സഡ്നെസ് നമുക്ക് പഠിക്കാൻ പറ്റും. ചില കാര്യങ്ങളൊന്ന് പറയട്ടെ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ബിയാറ്റിറ്റ്യൂഡ്സ്? ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഓക്കെ, ഇതിൻ്റെ പ്രസക്തി ഒന്ന്, ഇറ്റ് ഷോസ് us the absolute necessity of new birth. ഞാൻ വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതെനിക്ക് പറഞ്ഞു തരും. കാരണം ഞാൻ പറയാം, ഇനി ഏത് മനുഷ്യൻ ഈ വാചനം വായിച്ചെന്ന് വിചാരിച്ചോ, വിശ്വാസിയാകട്ടെ അവിശ്വാസി ആരെങ്കിലും വായിച്ചോട്ടെ, the moment you read it you will know that it is impossible to live like that, അല്ലേ? നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമല്ല. ഇത് നടക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, നാം വീണ്ടും ജനിക്കണം. അപ്പോൾ ഇത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? എന്നാൽ ഇതെല്ലാം പാലിച്ചിട്ട് ക്രിസ്തുവിനെ പോലാകണം, അതിനുവേണ്ടി അല്ല പഠിക്കുന്നത്. വിശ്വാസികളല്ലാത്തവരും നമ്മുടെ മറ്റ് മതസ്ഥരും എപ്പോഴും അവർ പറയുന്നത് നിങ്ങൾ ഇതുപോലെ ജീവിക്കണം, ഇതാണ്
പ്രമാണം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായമാണ് ഇതിൻ്റെയൊക്കെ. അതിൻ്റെ കാരണം എന്നാ? ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ആസ് എ വേ ടു ഗോഡ്. ദൈവത്തിങ്കിലേക്കുള്ള വഴിയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. അതല്ല, ദാറ്റ് ഇസ് നോട്ട് വാട്ട് ദിസ് ഇസ്. ഇത് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ക്രിസ്തുവിൽ പുതിയ ജീവൻ ഇല്ലാത്തവൻ ഇങ്ങനെ ജീവിക്കാൻ ഒക്കത്തില്ല. എൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ ഒക്കത്തില്ല, അസാധ്യമാണെന്നുള്ളത് മനസ്സിലാവും. അതാണ് ഒന്നാമത്തെ ഇതിൻ്റെ ഉദ്ദേശം. 2, ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ഇറ്റ് ഷുഡ് ഡ്രൈവ് മീ ക്ലോസർ ടു ക്രൈസ്റ്റ്. ഇതിൻ്റെ അവസാനം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഒരു പ്രാർത്ഥനയിൽ നമ്മൾ അവസാനിക്കും. എങ്ങനെയാണെന്നറിയോ? കർത്താവെ, യേശുവിനെ പോലെ യേശുവിൻ്റെ കൂടെ എന്നെ ആക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഞാനിത് പഠിച്ച് ഇന്ന് രാവിലെ എഴുതിയപ്പോഴും ഇത് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. കർത്താവെ, ക്രിസ്തുവിനോട് ചേരാതെ ഒരു വഴിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. 3, ഇറ്റ് ഗിവ്സ് us ഗോഡ്സ് പാറ്റേൺ ഓഫ് ജോയ്. സന്തോഷത്തോടുകൂടെ ക്രിസ്തുവിനോട് ചേർന്ന് എങ്ങനെ ജീവിക്കാമെന്നുള്ളത് ദൈവത്തിൻ്റെ ബ്ലൂ പ്രിന്റ് കാണാൻ സാധിക്കും. സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് സൂമിൽ വന്നിരിക്കുന്ന എല്ലാവരും, അല്ലേ? എനിക്കതിനകത്ത് സംശയമൊന്നുമില്ല. എന്നാൽ ദൈവത്തിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്താണെന്നുള്ളത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. 4, യു വോണ്ട് ടു ലുക്ക് അറ്റ് ദ ബെഞ്ച് മാർക്ക് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു നല്ല അളവുകോലാണ് ഈ മംഗളവചനങ്ങൾ. ഓക്കെ, 4 കാര്യം ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴൊക്കെ ഇനി അടുത്ത സെഷൻസ് ഞാൻ പഠിപ്പിക്കുന്നില്ലയോ അത് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇത് നല്ലൊരു ബെഞ്ച് മാർക്കാണ്, നമ്മുടെ ലൈഫിനെ ഒന്ന് മെഷർ ചെയ്യാൻ നല്ലൊരു ബെഞ്ച് മാർക്കാണ്. സത്യമായിട്ട് പറയട്ടെ, ഈ വചനമൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഇന്നലെ ഞാൻ ഇങ്ങനെ രാത്രി ഇരുന്ന് എഴുതിയപ്പോൾ ദൈവം അതിശക്തമായി എൻ്റെ ജീവിതത്തോട് സംസാരിച്ചു. ഐ എം ഫോളിങ് സോ ഷോർട്ട് ഓൺ ദ ബെഞ്ച് മാർക്ക് ക്രൈസ്റ്റ് ഹാസ് ഫോർ us എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടാനല്ല, നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു തീക്ഷ്ണതയായി ഇത് മാറണം. അത് ഇത്രയും ശുശ്രൂഷ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കർത്താവ് ആഗ്രഹിക്കുന്ന അളവ് പോലുണ്ടല്ലോ, അതിൽ നിന്ന് ഐ എം വേ 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 ബിലോ ദ ബെഞ്ച് മാർക്ക് ഓൺ സോ മെനി ഫ്രണ്ട്സ്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യു വിൽ ഓൾസോ റിയലൈസ് ദാറ്റ് അതിന് നല്ലൊരു അളവ് പോലെ നമ്മൾ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല. ഇത്രയും വചനങ്ങൾ, ഈ 12 വചനങ്ങളായിരിക്കണം ഇനി അടുത്ത കുറച്ച് മാസത്തെ നമ്മുടെ ധ്യാനം. അതുകൊണ്ട് ഇനി വേറെ എന്തൊക്കെ പഠിച്ചാലും കം ബാക്ക് ടു ദിസ് ആൻഡ് റിവൈസ്. വെരി സിമ്പിൾ ബട്ട് വെരി ഡീപ്പ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ദിസ് ഇസ് ഫോർ ദ ബിലീവർ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഗിരിപ്രഭാഷണം. ഇത് രക്ഷിക്കപ്പെടാത്ത ആളുകൾക്കുള്ളതല്ല കേട്ടോ. പലപ്പോഴും നമ്മൾ എന്ന് പറയും, ഇതുണ്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണമെന്ന് അവിശ്വാസികളോട്. നല്ല മോഡൽ അങ്ങനെ ജീവിക്കാൻ, പക്ഷെ അങ്ങനെ ജീവിക്കാൻ ഒക്കത്തില്ല, അങ്ങനെ ജീവിക്കാൻ അസാധ്യമാണ്. സോ ദിസ് ഇസ് ഫോർ ദ ബിലീവർ. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ആട്ടെ, ഇനി ഇതിൻ്റെ ഒരു സമറി തന്നിട്ട് ഞാൻ മുമ്പോട്ട് കിടക്കാം. ഓക്കെ, അയ്യോ എനിക്ക് തോന്നുന്നില്ല ഇന്ന് തീരുമെന്ന്. ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്. കാരണം വി ഹാവ് ടു ഓൾസോ എക്സാമിൻ എ ലൈഫ്. പക്ഷെങ്കിൽ ഇതൊന്നും ആദ്യം ഞാൻ വായിക്കട്ടെ. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ പോവാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതൊന്ന് ശ്രദ്ധിച്ചേ കേട്ടോ. ഐ വിൽ ഷോ യു എ ടോട്ടലി ഡിഫറെന്റ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദ ബിയാറ്റിറ്റ്യൂഡ്സ്. 1 തുടങ്ങുന്ന എവിടാന്നറിയാമോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇറ്റ് ഷോസ് യുവർ നീഡ് ഫോർ എ സേവിയർ. ആത്മീയമായ നമ്മുടെ ദാരിദ്ര്യം. ഐ എം സ്പിരിച്വലി പുവർ അൺലെസ് ക്രൈസ്റ്റ് സേവ്സ് മീ. എനിക്ക് വേറെ രക്ഷയില്ല. അവിടാണ് തുടങ്ങുന്നത്. അതിങ്ങനെ പടിപടിയായി വളർന്ന് അവസാനം എന്താ വരുന്നതെന്നറിയാമോ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു നിലവാരം അളക്കാനും ഇത് എളുപ്പമാണ്. ഓക്കെ, രക്ഷിക്കപ്പെട്ടവരാണോ? 1ാമത്തെ പടി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനാണോ? അപ്പം നമുക്കറിയാം നമ്മൾ ഏത് പടിയിലാന്ന്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവനാണോ? അപ്പം നമുക്കറിയാം നമ്മൾ ഏത് പടിയിലാണ്. അപ്പോൾ നമ്മൾ ഈ 8 കൂട്ടം കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഏത് പടിയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ
ഈ മേഖലകളിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വേണം എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. സോ ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഇൻ കേസ് യു വോണ്ട് എ ഫോട്ടോഗ്രാഫ് ഓഫ് ദിസ് ബി ആറ്റിറ്റ്യൂഡ്സ് കേട്ടോ, ഞാൻ ആ ഗ്രൂപ്പിൽ അങ്ങ് ഷെയർ ചെയ്തേക്കാം. സോ യു ഓൾ ഗെറ്റ് ദിസ് തിങ്. ഇത് വളരെ മനോഹരമായ ഒരു ഇറ്റ്സ് എ വെരി ഗുഡ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദ ബി ആറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, ഒന്നാമത്തെ ബി ആറ്റിറ്റ്യൂഡ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. Blessed are the poor in spirit, for theirs is the kingdom of heaven. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഫിസിക്കൽ പോവർട്ടിയെ കുറിച്ചല്ല. ഓക്കെ, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പം പാവപ്പെട്ടവരൊക്കെ അവർ ഭാഗ്യം ചെയ്തവർ, അവർക്കൊരു ഭാഗ്യവും ഇല്ല. അവരുടെ കഷ്ടപ്പാട് എന്ത് പ്രയാസമാണെന്നറിയാമോ? ദേ ആർ സ്ട്രഗ്ലിംഗ് ടു മേക്ക് ഇറ്റ് ത്രൂ ലൈഫ്. അവർ ഭാഗ്യവാന്മാരല്ല, അവരെക്കുറിച്ചല്ല പറയുന്നത്. ദിസ് ഇസ് ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ പോവർട്ടി. ആ ദരിദ്രർ എന്ന് പറഞ്ഞാൽ ടോക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത്. ടോക്കോസ്, അതെന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ടെക്നിക്കൽ ആകുന്ന കാര്യം ഞാൻ പറയാം. ഈ പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബെഗിങ് പുവർ എന്നാ. സാധാരണ വീട്ടിൽ കഞ്ഞി വെക്കാൻ കാശില്ലെന്നുള്ളതല്ല, പിച്ചച്ചട്ടി എടുക്കുന്ന അവസ്ഥയാണ് ഈ പോവർട്ടി എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഇത് രണ്ട് വ്യത്യാസം. ഓക്കെ, ഞാൻ ബിബ്ലിക്കൽ ഒരു കോണ്ടെക്സ്റ്റ് തരാം. ഈ പാവപ്പെട്ടവരെ കുറിച്ച് അല്ലെങ്കിൽ പണമില്ലാത്തവരെ കുറിച്ച് ബൈബിൾ പറയുന്നത് വിധവയുടെ 2 വെള്ളിക്കാശെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ലെവൽ ഓഫ് പോവർട്ടി അല്ല, അതിനും താഴെ ലാസറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ധനവാനും ലാസറിനെയും കഥ. നായ്ക്കൾ വന്ന് കാരണം അവന് ഒരു ദിവസത്തെ ഫുഡ് കഴിക്കാൻ വഴിയില്ല. ഈ ടോക്കോസ് എന്ന് പറഞ്ഞാൽ ലാസറിനെ പോലെ ആത്മീകമായ ദാരിദ്ര്യമുള്ളവർ എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും എന്നെ സഹായിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ബെഗിങ് പോവർട്ടി. സോ വാട്ട് ഇറ്റ് മീൻസ് ഇസ്, ആത്മീകമായി ഞാൻ ആ നിലവാരത്തിൽ അൺടിൽ ഐ കം ടു എ പ്ലേസ് വെയർ ഐ ഹാവ് നോ, എങ്ങനെങ്കിലും രക്ഷപ്പെടാമെന്നല്ല, ഞങ്ങൾ എങ്ങനെങ്കിലും കഴിഞ്ഞുകൂടാമെന്നല്ല, ഞാൻ കഴിയണമെങ്കിൽ, ഞാൻ ഇനി ഒരു ദിവസം ജീവിക്കണമെങ്കിൽ ആരെങ്കിലും എന്നെ സഹായിച്ചേ ഒക്കൂ എന്നുള്ളതാണ് ബെഗിങ് പുവറിന്റെ അർത്ഥം. ദിസ് ഇസ് ഓൾ അബൌട്ട് ഹ്യൂമിലിറ്റി. സോ ഹാപ്പി ആർ ദ ഹംബിൾ. ആരാണ് ബ്ലെസ്സഡ്? പുവർ ഇൻ സ്പിരിറ്റ്, ഹംബിൾ. ഇതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കാൻ പോവാം. ഇത് തന്നെ നമുക്ക് ഒരു ക്ലാസ്സിനുള്ള സമയമുണ്ട്. ഈ ഒരൊറ്റ കാര്യം നമുക്ക് ഒരു ക്ലാസ് ഉണ്ട്. ഈ 8 എണ്ണമാണ് ഞാൻ ഇനി സൂപ്പർസോണിക് സ്പീഡിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. ഈ ഒരു ഭാഗം വിശ്വാസികളായ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം, ഈ ഒരു യൂട്യൂബ് സെഷൻ. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് എത്രമാത്രം സാമ്യമാണെന്നുള്ളത് നമ്മളെ ഒന്ന് ശോധന ചെയ്യാനുള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഓക്കെ, ദൈവം പ്രസാദിക്കുന്ന വ്യക്തി ആരാ? പഴയ നിയമത്തിൽ നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:2. ഹൂ ഇസ് ഗോഡ് പ്ലീസ്ഡ് ഇൻ? എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഹൂ ഇസ് ഗോഡ് പ്ലീസ്ഡ് ഇൻ? ദ കോൺട്രൈറ്റ് ആൻഡ് ദ ബ്രോക്കൺ ഇൻ ഹാർട്ട്. ഇന്ന് നമ്മുടെ ഈ ടെലി ഇവാഞ്ചലിസ്റ്റ് ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചിന്തിക്കും ഇങ്ങനെ ഗർവ് സ്മാർട്ടായിട്ട് നിന്ന് കുറെ ഗോഡ് ഇസ് പ്ലീസ്ഡ് ഇൻ ഓൾ ദീസ് പവർഫുൾ കെരിസ്മാറ്റിക് ഗിഫ്റ്റഡ് പീപ്പിൾ. ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഗോഡ് ഇസ് പ്ലീസ്ഡ് ഇൻ. ദൈവം പ്രസാദിക്കുന്നത് തകർന്ന മനസ്സിനുള്ളവന്. എ പേഴ്സൺ ഹു കംസ് ആൻഡ് സേസ്, ലോർഡ് അൺലെസ് യു സേവ് മീ ഐ ഹാവ് നോ ഹോപ്പ്. അവിടാണ് ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്. ഉദാഹരണം വേണോ? പരീശനും ചുങ്കക്കാരനൂടെ വന്നു. പരീശൻ പറഞ്ഞു, ഇവനെ പോലെ ഞാൻ ആകാത്തതുകൊണ്ട് കർത്താവെ ഞാൻ സ്തുതിക്കുന്നു. ചുങ്കക്കാരൻ എന്നാ പറഞ്ഞേ? മാർത്തടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ നീ കരുണ തോന്നണമേ. കരുണ ആർക്കാ ലഭിച്ചത്? ചുങ്കക്കാരൻ. ദ ടാക്സ് കളക്ടർ വെന്റ് ജസ്റ്റിഫൈഡ്. അതാണ് പുവർ ഇൻ സ്പിരിറ്റ്. ചുങ്കക്കാരൻ എന്നാ വീട്ടിൽ കാശില്ലായിരുന്നു, ഇഷ്ടംപോലെ കാശുണ്ട്. ഹി വാസ് എ റിച്ച് മാൻ, അല്ലേ? ഇത് പണവുമായിട്ടുള്ള ബന്ധമായിട്ടുള്ള ഒരു കാര്യവുമില്ല. You can be very poor and yet very proud. You can be very rich and very humble. ഇത് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് പൊസിഷൻസുമായിട്ടുള്ള ബന്ധത്തിലല്ല പറയുന്നത്. 2, മോശയോട് ദൈവം പറഞ്ഞു, എടാ നീ ഇവരെ വിടുവിക്കാൻ പോകണം. മോശ പറഞ്ഞു, എന്നെ കൊണ്ട് ഇത് ഒക്കുന്ന കേസ് കെട്ടല്ല. തകർന്നവനെ, അവിടെയാണ് ബ്ലെസ്സഡ്നെസ്. പത്രോസ് ആദ്യം ഓർത്ത് പുള്ളി എല്ലാ പരിപാടിയും കറക്റ്റായിട്ട് ചെയ്യും, അല്ലേ? ആരെല്ലാം പോയാലും ഞാൻ നിന്റെ കൂടെ കാണും. എവിടെ? ഒരു വേലക്കാരി വന്ന് പറഞ്ഞു, നീ അവൻ്റെ കൂട്ടത്തിലുള്ളവനല്ലേ, തീർന്നു.
അത് കഴിഞ്ഞപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ എന്നാ പറഞ്ഞേ? എന്നെ വിട്ടുപോ, ഞാൻ പാപിയായ. അവിടെ ഉണ്ട് കൃപ. ദാറ്റ് ഇസ് വേർ ദ ഗ്രേസ് അബൗണ്ട്സ്. ഹംബിൾ, കോൺട്രൈറ്റ്. പൗലോസോ ഗമാലിയന്റെ പാദപീഠത്തിൽ പഠിച്ചവൻ, ഇത്രയും അറിവുള്ള വേറൊരുത്തനില്ല. അവന്റെ അഹങ്കാരം കാരണം സഭയെ പീഡിപ്പിക്കാൻ ഇറങ്ങിയ അഹങ്കാരി അല്ലേ? അതല്ലയോ പൗലോസ്? ദമസ്കോസിന്റെ പടുവാതിൽക്കൽ വെച്ച് യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഞാനോ പാപികളിൽ ഒന്നാമൻ. അവിടെ ഉണ്ട് കൃപ. See, unless you come to a place where you are poor in spirit, you can never experience the grace of God. പ്രിയമുള്ളവർ, ഞാനൊരു കാര്യം പറയട്ടെ. സുവിശേഷത്തെ ചെറുത്ത് നിൽക്കുന്നത്, why is it that so many people oppose the gospel? ഒറ്റ കാര്യം, അഹങ്കാരം, അഹന്ത, സ്വയം, സെൽഫ് പ്രൈഡ്. അതുകൊണ്ടാണ് ട്രഡിഷൻ, പാരമ്പര്യം എന്ന് പറയുന്നത് നല്ല വാക്ക്. ഐ ലൈക്ക് ട്രഡിഷൻ, ഇല്ലെന്നല്ല പറയുന്നത്. ദർ ആർ ഗുഡ് ട്രഡിഷൻസ്, ബട്ട് മെനി എ ടൈംസ് ട്രഡിഷൻ സ്റ്റാൻഡ്സ് ഇൻ ദ വേ ഓഫ് എക്സ്പീരിയൻസിങ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. അതിൻ്റെ കാരണം എന്നാ? ഞാൻ എൻ്റെ പാരമ്പര്യത്തിൽ അഹങ്കരിച്ചു തുടങ്ങി. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്തല്ലോ, ഞങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ. അവിടാണ് നാം ആത്മാവിൽ ദരിദ്രരല്ല, നമ്മൾ സമ്പന്നരാണെന്നുള്ളത് നാം പുറത്ത് തെളിയിക്കുന്നത്. ആൻഡ് ഒരിക്കലും ദൈവത്തിൻ്റെ ഗ്രേസ് അവിടെ എക്സ്പെൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. മെനി പീപ്പിൾ ഒപ്പോസ്. എനിക്ക് എന്താ ഇത്ര കുറവ്? ഒരു അങ്കിള് ഞാൻ ഈയിടെ എന്നെ കണ്ടപ്പം, ഞാൻ പാപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, ഞങ്ങൾ എന്നെ അത്ര വലിയ പാപികളാണോ? ഞങ്ങൾ എന്നെ അത്ര തെറ്റ്, ഓക്കെ ചെറുതൊക്കെ എവിടെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര മോശക്കാരാണെന്നാണോ പറയുന്നത്? മോശമെന്നല്ല, ഒരു രക്ഷയില്ലെന്നുള്ളതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നോട്ട് ദാറ്റ് യു ആർ വീക്ക്, യു ആർ ദ വേഴ്സ്റ്റ്. നോട്ട് ഓൺലി യു, ഈ പറയുന്ന ഞാനും. അപ്പം നമുക്ക് രക്ഷ ക്രിസ്തുവിൽ. അപ്പം അൺലെസ് യു കം ടു എ ബെഗിങ് പുവർ സിറ്റുവേഷൻ, യു വിൽ നെവർ. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീസസ് ഡിഡ് നോട്ട് കം ടു മേക്ക് ദ ബാഡ് പീപ്പിൾ ഗുഡ്, ഹി കെയിം ടു മേക്ക് ദ ഡെഡ് പീപ്പിൾ അലൈവ്. അതാണ് അതിൻ്റെ വ്യത്യാസം. യേശു വന്നത് നമ്മുടെ കുറച്ചുള്ള കുറവുകളെ കുറച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, മരിച്ചു കിടന്ന എന്നെ ഉയർപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു വന്നത്. പക്ഷേ ഞാൻ ആ അവസ്ഥയിലാണെന്നുള്ളത് ഞാൻ അംഗീകരിക്കണമെങ്കിൽ കൃപയ്ക്ക് മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മൈ സെൽഫ് വിൽ ഓൾവേസ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഹ്യൂമിലിറ്റി ഇസ് ദ ഫസ്റ്റ് ബിയാറ്റിറ്റ്യൂഡ്സ്. ഈ ബിയാറ്റിറ്റ്യൂഡ്സ് തുടങ്ങുമ്പോൾ തന്നെ താഴ്മയിൽ തുടങ്ങുന്ന കാര്യം എന്നാണെന്നറിയാമോ? അതില്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇല്ല. പിന്നെ ഒരു ബാക്കിയുള്ള ഇതിലെനിക്ക് പ്രശ്നമുണ്ട്. ഏതാ? ചിലർ പറയും, ഞാൻ കരുണ കാണിക്കുന്നവനാ, പക്ഷെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ ആവശ്യകത ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ആ കരുണയിൽ യാതൊരു അർത്ഥവുമില്ല. അത് ലോകം കാണിക്കും. ദാറ്റ് ഇസ് ജസ്റ്റ് മൊറാലിറ്റി, ആൻഡ് ദാറ്റ് മൊറാലിറ്റി ഡസൻറ്റ് പ്ലീസ് ഗോഡ്. എന്നാൽ ഈ ഫൗണ്ടേഷൻ, അതായത് കർത്താവെ അങ്ങ് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് യാതൊരു വഴിയുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. സോ ഹാപ്പി ആർ ദ ഹംബിൾ. ഈ ലവോദിക്യ സഭയെ എന്താ സംഭവിച്ചെന്നറിയോ? റെവലേഷൻ, വെളിപ്പാട് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാ ലവോദിക്യ സഭയുടെ കാര്യം. എന്താ പറഞ്ഞേ? 3:17, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുക. You say that you are wealthy while you are poor. ഈ ലവോഡീഷ്യൻ ചർച്ച് ഒരു ലൂക്ക് വാം ചർച്ച് എന്നല്ല പറയുന്നത്, അല്ലേ? ഇറ്റ് വാസ് എ ലൂക്ക് വാം ചർച്ച്. എന്തുകൊണ്ടാണ് ലൂക്ക് വാം? പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ, ഈ സഭയുടെ ഭാഗമാണെന്നുള്ള മട്ടിൽ തന്നെ മലയാളി ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയട്ടെ, വി ആർ ഇൻ ദിസ് പ്ലേസ്. നമുക്കെല്ലാം ഉണ്ട്, നമുക്കൊന്നിനും കുറവില്ല, എല്ലാം ഉണ്ട്. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എൻ്റെ കൂടെ ഒന്ന് വാ, അവർ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എൻ്റെ കൂടെ ഒന്ന് കാണ. ഇവിടെ പ്രസംഗിച്ച് എനിക്കാണെങ്കിൽ 1 മണിക്കൂറിൽ കുറച്ച് പ്രസംഗിക്കാനൊക്കത്തില്ല, അറിയാമല്ലോ, നിങ്ങൾക്കറിയാം. പ്രസംഗിച്ച് തുടങ്ങുമ്പോഴേ ബ്രദർ എത്ര നേരം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാ ചോദിച്ചു തുടങ്ങുന്നത്. ഏതാ? അവിടെ 5 എണ്ണം പ്രസംഗിച്ചു കഴിഞ്ഞാലും രാത്രിയിൽ ഇരിക്കും. എന്തിനാ? ഇപ്പോൾ ഒരു അവസരം കിട്ടുന്നതല്ലേ ബൈബിൾ പഠിക്കാൻ, എങ്ങനെയെങ്കിലും പഠിച്ചിട്ടേ പോകത്തുള്ളൂ. ആത്മാവിൽ ദരിദ്രരായവർ, അതാണ്. ഇവിടെ നമുക്കെല്ലാം ഉണ്ട്, നമുക്കെന്തോ ഇനി ആവശ്യം? ദൈവത്തിന് വേണമെങ്കിൽ കുറച്ച് ഹെൽപ്പ് നമുക്ക് കൊടുക്കാമെന്നുള്ള മട്ടിലാണ് നമ്മുടെ ഇത്. അൺലെസ് യു കം ടു എ പ്ലേസ് ഓഫ് ഹ്യൂമിലിറ്റി, ഒരിക്കലും ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ വരാനൊക്കത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് യു ഹാവ് ടു ബി ഹംബിൾ. ഹൗ ഡു വി അച്ചീവ് ഹ്യൂമിലിറ്റി? ഒന്നാമത്, ഐ ഹാവ് ടു ടേക്ക് മൈ ഐസ് ഓഫ് മൈസെൽഫ്. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ അതിൽ നിന്ന് മാറി വചനത്തിലേക്ക് നോക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഫോക്കസ് ഒന്ന് മാറ്റണം, ഫ്രം സെൽഫ് ടു ദ വേൾഡ്. എനിക്കെന്താ കുറവ്, എനിക്കെന്താ ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വചനത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. വചനത്തിലേക്ക് നോക്കിയേ, ആ കണ്ണാടിയിലോട്ടൊന്ന് നോക്കിയേ,
അപ്പം മനസ്സിലാവും എനിക്ക് ഒരു രക്ഷയില്ല. 2, എൻ്റെ ജഡത്തെ മരിപ്പിക്കണം, വേറെ വഴിയില്ല. ഐ ഹാവ് ടു ക്രൂസിഫൈ ദ ഫ്ലഷ്. അല്ലെ അത് തന്നെ കണ്ടുകൊണ്ടിരുന്ന ഐ വിൽ ഫീഡ് മൈ ഫ്ലഷ്. ഈ ജഡത്തെ ഞാൻ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? അഹങ്കാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ നെബൂഖദ്നേസർ പറഞ്ഞ പോലെ, ഇത് ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ, അല്ലേ? നമ്മുടെ കാര്യങ്ങളും നമ്മുടെ വീടും നമ്മുടെ വണ്ടിയും നമ്മുടെ പണമൊക്കെ നോക്കണം, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട്, ഐ സെൽഫ് മെയ്ഡ്. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ കേരളം വിട്ട് ഞാൻ ഇവിടെ വന്നു, കഷ്ടപ്പെട്ട് അധ്വാനിച്ചോണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇഫ് യു കീപ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, അതേ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു വിൽ ബിക്കം സെൽഫ് റിലയൻറ്റ്. അത് വളരെ ഡേഞ്ചറസ് പ്ലേസ് ആണ്. നല്ല പൊസഷൻസ് ഒക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ എൻജോയ് ചെയ്തു, എല്ലൊക്കെ കർത്താവിന് സ്തോത്രം ചെയ്തു. പക്ഷെങ്കിൽ അതിലേക്ക് നോക്കരുത്. യു ലുക്ക് അറ്റ് ദ വേർഡ്. 3, ആസ്ക് ഗോഡ്, കർത്താവെ താഴ്മയുള്ള ഹൃദയം തരണം. ഗർവികളെ ദൈവം വെറുക്കുന്നു. ഈ ബൈബിളിനകത്തെ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഗോഡ് ഡിറ്റസ്റ്റ് ദ പ്രൗഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഗർവികളെ ദൈവം ചെറുത്തു നിൽക്കുന്നു. വേറൊരു പാപത്തെക്കുറിച്ചും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, വേറെ ഒരു പാപത്തെക്കുറിച്ചും. ബട്ട് ഹി ഡിറ്റസ്റ്റ് ദ പ്രൗഡ്. അങ്ങനെ നിന്നാൽ ആ ഭാഗ്യകരമായ അവസ്ഥയുടെ പ്രത്യേകത എന്താ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സോ ഇഫ് യു വാണ്ട് ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം, നിക്കോദിമോസെ, നിന്റെ നല്ല പ്രവൃത്തിയും നീ അറിവുള്ളവനാണെന്നും നീ പഠിപ്പുള്ളവനാണെന്നും നീ വലിയ ഗുരുവാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആത്മാവിൽ ദരിദ്രനാകണം. ക്രിസ്തു രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല എന്നുള്ള അവസ്ഥ വരുന്നത് വരെ സ്വർഗരാജ്യം അവകാശമാക്കാൻ സാധ്യമല്ല. ഓക്കെ, അതാണ് ആദ്യത്തെ പടി. അത് തന്നെ ഉണ്ട് നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ, അല്ലേ? അത് തന്നെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. എന്നാൽ നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകണം, കാരണം ഇനി 7 എണ്ണം കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, രണ്ടാമത്, ബ്ലെസ്ഡ് ആർ ദോസ് ഹു മോൺ ഫോർ ദേ വിൽ ബി കംഫർട്ടഡ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ വാക്യം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ പറയുക? ഹാപ്പി ആർ ദ, അത് ഹംബിൾ എന്നാണ് നമ്മൾ നോക്കിയത്. ഹാപ്പി ആർ ദ സാഡ്, അതെന്തൊരു വാക്യോ അല്ലേ? ഹാപ്പി ആർ ദ സാഡ്, ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരു വാക്കത്ത് വരുന്നത്? ദുഃഖിക്കുന്നവർ സന്തോഷിക്കും. കണ്ടോ അതിന്റെ അടുത്ത പാരഡോക്സ് കണ്ടോ? ഹാപ്പി ആർ ദ സാഡ്. ലൂക്കോസിന്റെ സുവിശേഷം 6:25 ഇപ്രകാരം പറയുന്നു: ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ദുഃഖിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ദൈവം എന്നാ പിന്നെ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാം ദുഃഖിച്ചുകൊണ്ടിരിക്കണം, സോ ടു ബി ബ്ലെസ്ഡ് യു ഹാവ് ടു കീപ്പ് ഓൺ ക്രൈയിങ്, അതാണോ? അല്ലല്ല. എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഐ ടെൽ യു വാട്ട് ഇറ്റ് ഇസ്. ഇതിനകത്തൊരു അൺഗോഡ്ലി മോർണിംഗ് ഉണ്ട്. ഓക്കെ, അൺഗോഡ്ലി മോർണിംഗ്. ഉദാഹരണം ഞാൻ പറയാം. ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, വെൻ ഹി ലോസ്റ്റ് ഹിസ് ബർത്ത് റൈറ്റ്, കരഞ്ഞോണ്ട് വന്നു. എബ്രായ ലേഖനം എന്താ പറഞ്ഞെന്നറിയോ? അവൻ കരഞ്ഞോണ്ടൊക്കെ വന്നെന്നൊക്കെ ശരിയാ, ഭയങ്കര കരച്ചില്ല, പക്ഷെ അവൻ്റെ ഉള്ളിൽ അനുതാപമൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഹി വാണ്ടഡ് ദ ബ്ലെസ്സിങ് മോർ ദാൻ ദ ബർത്ത് റൈറ്റ്. ഏതാ? ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു. ഹി വാസ് മോർ വറിഡ് അബൌട്ട് ദ ബ്ലെസ്സിങ് ദാൻ ദ ബർത്ത് റൈറ്റ്. ഇന്ന് അനേക ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ. കർത്താവ് ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല. കർത്താവെ, അനുഗ്രഹം വരുന്ന കാലത്തോളം നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അനുഗ്രഹം പോയി കഴിയുമ്പോൾ, അയ്യോ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയോ, എന്നോട് ക്ഷമിക്കണമേ. യു ആർ മോർ റിമോഴ്സ്ഫുൾ അബൌട്ട് ദ ബ്ലെസ്സിങ് യു ലോസ്റ്റ് ദാൻ ദ റിലേഷൻഷിപ്പ് ഓഫ് ബീങ് ബോൺ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. മനസ്സിലായോ? ഏശാവിന് പറ്റിയൊരു കാര്യം ഇതാ. ഇങ്ങനെ ഒരുപാട് വിശ്വാസികൾ, ദേ ആർ മോർ കൺസേൺഡ് അബൌട്ട് ദ ബ്ലെസ്സിങ്. അപ്പം എന്തെങ്കിലും ഒരു പിള്ളേരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം, കർത്താവേ എനിക്കത് എങ്ങനെയെങ്കിലും അതൊന്ന് സോൾവ് ചെയ്യണം. സോ യു ആർ ലുക്കിംഗ് അറ്റ് ഹൗ ദ ബ്ലെസ്സിങ് ക്യാൻ കം. യു ആർ നോട്ട് വറിഡ് അബൌട്ട് ദ ബർത്ത് റൈറ്റ്, അബൌട്ട് ബീങ് കണക്റ്റഡ് ടു ഗോഡ്, അബൌട്ട് ബീങ് ബോൺ ഇൻ ടു ഹിസ് ഫാമിലി. ഇതൊന്നും വിഷയമല്ല. അത് അൺഗോഡ്ലി മോർണിംഗ്. അതിനെക്കുറിച്ച് കടന്ന് വിലപിച്ചിട്ടൊന്നും വലിയ കാര്യം ഇല്ല. രണ്ടാമത്തെ ഉദാഹരണം, അബ്ശാലോം മരിച്ചപ്പോഴേ, പുത്രൻ മരിച്ചപ്പം ദാവീദ് അങ്ങ് കരച്ചില്ല. കരഞ്ഞ് കരച്ചിൽ നിർത്തില്ല. ശരിയാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിക്കും, നമ്മൾ വിലപിക്കും, നമ്മൾ കരയും, എല്ലാം ശരിയാണ്. ദാവീദ് നാളുകൾ കഴിഞ്ഞിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം യോവാബ് പറഞ്ഞു, ഇത് ശരിയല്ല, രാജാവ് എഴുന്നേക്കണം. യോവാബ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദാവീദിന് ഇച്ചിരി ബോധം വന്നത്. ദാവീദ് എന്തുകൊണ്ടാണ് കരഞ്ഞത്? മോനെ നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, ദ ഗിൽറ്റ് ഓഫ് വാട്ട് ഹി ഡിഡ്ന്റ് ഡു. ഒരു നല്ല പിതാവാകാൻ പറ്റാഞ്ഞതിൻ്റെ ഗിൽറ്റ് കാരണം കരഞ്ഞ്. അനുതാപം നല്ലതാണ്, പക്ഷെ ഇത് ഭയങ്കര ഒരു വിലാപമായി മാറി. മനസ്സിലായോ? ദിസ് ഇസ് അൺഗോഡ്ലി മോർണിംഗ്.
പക്ഷെങ്കിൽ യു ക്യാൻ മോൺ ഫോർ ദ റൈറ്റ് റീസൺസ്. ഉദാഹരണം, അബ്രഹാം സാറ മരിച്ചപ്പോൾ കരഞ്ഞു. ദാറ്റ് ഈസ് മോർണിംഗ് വിത്ത് ദ റൈറ്റ് റീസൺ. യു ഷുഡ് മോൺ. ഡിഫീറ്റ് ആൻഡ് ഡിസ്കറേജ്മെന്റ് കോസ് ടിമത്തി ടു മോൺ. തൻ്റെ ശുശ്രൂഷയിലുള്ള നിരാശ കാരണം പൗലോസ് പറയുന്നുണ്ട് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ, 1 തിമോത്തിയോസിൽ, നീ അങ്ങ് കരയുക, നീ വിഷമിക്കുക, നിനക്ക് രോദനങ്ങൾ ഉണ്ടാകുക. അതിൻ്റെ കാരണം എന്നാ? ശുശ്രൂഷയിലുള്ള പ്രയാസങ്ങൾ. യു ആർ മോർണിംഗ് ഫോർ ദ റൈറ്റ് റീസൺ. ഇസ്രായേലിന്റെ പാപം കണ്ടപ്പോൾ യെരമ്യാവ് കരഞ്ഞു, അല്ലേ? ഇസ്രായേൽ ജനത്തിന്റെ പാപം കാരണം യെരമ്യാവ് കരഞ്ഞു. ഹീസ് ലുക്കിംഗ് അറ്റ് ദ സിൻസ് ഓഫ് ഹിസ് പീപ്പിൾ ആൻഡ് ഹിസ് ക്രൈങ്. എൻ്റെ വല്യപ്പച്ചനെ വിളിച്ചുകൊണ്ടിരുന്നത് ഈ കേരളക്കരയിലെ കരയുന്ന പ്രവാചകൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, കെ വി ചെറിയാൻ. ഹി വാസ് ദ വീപ്പിംഗ് പ്രോഫിറ്റ് ഓഫ് കേരള. അപ്പം എല്ലാവരും ചോദിക്കും, എന്തിനാ ഈ പപ്പ ഇങ്ങനെ കരയുന്നത്? പപ്പ സ്റ്റേജിൽ കയറുമ്പോൾ കരയാൻ തുടങ്ങും. എന്നിട്ട് പപ്പ കരയൊന്നല്ല, ജനം മുഴുവൻ കരയും. എൻ്റെ അമ്മ എപ്പോഴും പറയും, അമ്മ മരുമകളായിട്ടാണ്, അമ്മ 2 ഹാങ്കർചീഫും കൊണ്ടേ പോത്തുള്ളൂ പപ്പയുടെ മീറ്റിങ്ങിന്. കാരണം വിലാപം. എന്തിനാ കരയുന്നത്? ജനത്തിൻ്റെ പാപബോധം. യുനോ, ദാറ്റ് ഈസ് മോർണിംഗ് ഫോർ ദ റൈറ്റ് റീസൺസ്. പൗലോസ് എഫേസ്യ സഭയുടെ ആത്മീയമായ നിലവാരത്തെ ഓർത്ത് കരഞ്ഞു. അവസാനമായിട്ട് പറയട്ടെ, പാപിയായ സ്ത്രീ പരീശന്റെ വീട്ടിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാൽകൾ വന്ന് തൻ്റെ കണ്ണീര് കൊണ്ട് ആ കാലുകൾ നനച്ചു. എന്തുകൊണ്ടാണ് കരഞ്ഞേ? വിശുദ്ധനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ എൻ്റെ പാപത്തിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലായപ്പോൾ കണ്ണുനീരുകൾ ഓരോന്നോരോന്നായി. പരീശൻ കരഞ്ഞില്ല, കാരണം ഹീ സ്റ്റിൽ സെൽഫ് റൈച്ചസ്. പാപിയായ സ്ത്രീ അവളുടെ ദുഃഖത്തെ ഓർത്ത് കരഞ്ഞു. ഇങ്ങനെ കരയുന്നവനെ ആശ്വാസം ലഭിക്കും. പറഞ്ഞു മനസ്സിലായോ? God will always comfort those who mourn. സ്വന്തം പാപത്തെ ചൊല്ലി കരയുന്ന godly sorrow always leads to repentance. ദൈവീകമായ കാഴ്ചപ്പാടിൽ ഞാൻ കരയുമ്പോൾ, വിലപിക്കുമ്പോൾ, എൻ്റെ പാപത്തെ ഓർത്ത് വിലപിക്കുമ്പോൾ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് വിലപിക്കുന്നവർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാ. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ആ പാപിയായ സ്ത്രീ അന്ന് അവിടെ കിടന്ന് കരഞ്ഞു തൻ്റെ പാപത്തെ ഓർത്ത്. മടങ്ങിപ്പോയപ്പോഴേ എങ്ങനെയാ പോയത്? ഷീ വെന്റ് ജോയ്ഫുൾ. അപ്പോൾ പാപിയായ സ്ത്രീ പോയത് എങ്ങനെയാ? പാപിയായ സ്ത്രീ പോയത് അവളുടെ ഭാരം അവിടെ ഇറക്കി വെച്ചേച്ച. സോ ഷീ കെയിം ഇൻ വീപ്പിംഗ് അബൌട്ട് ഹർ സിൻ. കയറി വന്നത് കരഞ്ഞുകൊണ്ടാ പോയത്. അതുകൊണ്ടാണ് സന്ധ്യയെങ്കിൽ വിലാപം വന്നു കയറിയാലും ഉഷസ്സിലോ ആനന്ദത്തിൻ്റെ ആഘോഷങ്ങൾ. സോ മോർണിംഗ് മേ ലാസ്റ്റ് ഫോർ ദ നൈറ്റ്, ബട്ട് ജോയ് വിൽ കം ഇൻ ദ മോർണിംഗ്. അപ്പോൾ അതിനെന്താണ് ആവശ്യം? വാട്ട് ഈസ് നീഡഡ്? യു ഷുഡ് ഹാവ് ഗോഡ്ലി സോറോ ഓൾവേസ് ലീഡ്സ് ടു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഓക്കെ, 3, ബ്ലെസ്ഡ് ആർ ദ മീക്ക്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ബ്ലെസ്ഡ് ആർ ദ മീക്ക്. ഈ മീക്ക്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്കാണ്. ഒരു പക്ഷെങ്കിൽ ഞാൻ ഈ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കുത്തലേറ്റ ഭാഗമാണ് ഇത്. ആർ വി മീക്ക്? സൗമ്യതയുള്ളവരാണോ നാം? ആ കാലത്ത് എന്തുകൊണ്ടാണ് ക്രിസ്തു ഇത് പഠിപ്പിച്ചത്? ആ കാലത്ത് ദ ഫാരസീസ് വാണ്ടഡ് എ മിറാക്കുലസ് കിങ്ഡം. പരീശന്മാർക്ക് അത്ഭുതകരമായ ഒരു പുതിയ സാമ്രാജ്യം അവർക്ക് വേണം. ദൈവം അത്ഭുതം ചെയ്യണം. സാഡ്യൂസീസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു മെറ്റീരിയലിസ്റ്റിക് കിങ്ഡം വേണം. അവർക്കൊരു നല്ല രാജ്യം വേണം, നല്ല പ്രോസ്പെറസ് ആയിട്ടുള്ള രാജ്യം വേണം. ദ സെലറ്റ്സ്, അന്ന് യുദ്ധം ചെയ്യുന്ന കുറേ യഹൂദന്മാരുണ്ട്. റോമിനെതിരെ യുദ്ധം, ഗെറില്ല വാർഫെയറും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവരെ സംബന്ധിച്ച് ദേ വാണ്ടഡ് എ മിലിറ്ററി കിങ്ഡം. അവർക്ക് അങ്ങനത്തെ ഒരു സാമ്രാജ്യമാണ് വേണ്ടത്. പക്ഷെ കർത്താവ് എന്താ കൊടുത്തേ? ക്രൈസ്റ്റ് ഗേവ് ദം എ മീക്ക് കിങ്ഡം. ക്രിസ്തു വന്നത്, അപ്പോൾ അവരെല്ലാം ഓർത്ത് മശിയ വന്നു കഴിയുമ്പോൾ പരീശന്മാർ ഓർത്ത് വന്ന് അത്ഭുതം ചെയ്ത് ഒരു പുതിയ സാമ്രാജ്യം ഉണ്ടാക്കും. എല്ലാവരും സാഡ്യൂസീസ് ഓർത്ത് അവർക്ക് നല്ല ഉണ്ടല്ലോ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു രാജ്യം ലഭിക്കുമെന്ന്. സെലറ്റ്സ് ആദ്യം ഓർത്ത് ഈ മശിയ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല ഫാൻ ബേസ് അല്ലേ, പുള്ളിയുടെ കൂടെ ഇവർ കൂടെ നിന്ന്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ, നിങ്ങളുടെ ഇതൊന്നും മ്യൂട്ട് ചെയ്യണേ. എന്നിട്ട് മിലിറ്ററി കിങ്ഡം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു.
പക്ഷെ എങ്ങനെയാ മശിയ വന്നത്? അവനൊരു കഴുതപ്പുറത്ത്. മത്തായിയുടെ സുവിശേഷം 21:4 പറയുന്നു, സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയും. സൗമ്യത ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്വഭാവം, അറ്റ്ലീസ്റ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തമായി മനസ്സിലായി ഇത് ഒരുപാട് കുറവുണ്ട്. ജീസസ് വാസ് എ മീക്ക് കിങ്. ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മീക്ക്നെസ്? മീക്ക്നെസ് ഇസ് പവർ അണ്ടർ കൺട്രോൾ. ദാറ്റ് ഇസ് വാട്ട് മീക്ക്നെസ് ഇസ്. ഉദാഹരണം വേണോ? ഉദാഹരണം ഞാൻ പറയാം. അബ്രഹാം ലോത്തൂടെ, അബ്രഹാമിന്റെ ഇടയന്മാർ ലോത്തിന്റെ ഇടയന്മാരോട് വഴക്കുണ്ടാക്കുന്നു. അപ്പം അബ്രഹാം ആരാ? അബ്രഹാമിന് വേണ്ടിയത് എടുക്കാനുള്ള കഴിവുള്ള ആണ്. ലോത്തിനെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എത്ര രാജാക്കന്മാരുടെ എതിരെ തനിയെ പോരാടി കൊണ്ടുവന്ന സ്വന്തം ആർമിയുള്ള, സ്വന്തം സൈന്യമുള്ള ധനവാനായ മനുഷ്യനാണ് അബ്രഹാം. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, അബ്രഹാമിന്റെ കരുണ നിമിത്തമാണ് ലോത്ത് ഇതുവരെ രക്ഷപ്പെട്ടത്, അല്ലേ? ആന്നു. കൂടെ കൊണ്ടുവന്നതാരാ? അബ്രഹാം. അവിടെ ഓൾ ഓഫ് എ സഡൻ പുള്ളി വലിയ പുള്ളിയാകുക. എനിക്കത് വേണം, എനിക്കിത് വേണം. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആളുകളുണ്ടോ? എടാ നമ്മളാണല്ലോ എടാ ഊട്ടി ഇവരെ ഇത്രയും വലുതാക്കി, ഇപ്പോൾ അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ അബ്രഹാമിൻ്റെ വഴിയിലായിരുന്നു. എന്ത് ചെയ്യാന്നറിയോ? ഞാൻ ലോത്തിനോട് പറഞ്ഞു, മോനെ നിന്റെ സ്ഥാനം നീ മറക്കരുത്, വന്ന വഴി നീ മറക്കരുത്. ഒന്ന് ഫ്ലെക്സ് ചെയ്തേനെ. അബ്രഹാം എന്നാ പറഞ്ഞേ? നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, ഞാൻ വലത്തോട്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഓർത്തു, എന്തോ ഒരു സൗമ്യനായിരുന്നു അബ്രഹാം. ഈ ദൈവത്തിൻ്റെ സ്നേഹിതരെന്ന് വിളിക്കപ്പെട്ട രണ്ടു പേരുടെ ഒരാളാണ് അബ്രഹാം, ദ ഫ്രണ്ട് ഓഫ് ഗോഡ്, അല്ലേ? ഫ്രണ്ട് ഓഫ് ഗോഡിന്റെ പ്രത്യേകത കണ്ടോ? അബ്രഹാം തെറ്റുകൾ വരുത്തിയില്ലയോ? തീർച്ചയായിട്ടും വരുത്തി. ബട്ട് വാട്ട് വാസ് ഹിസ് ക്യാരക്ടറിസ്റ്റിക്? മീക്ക്നെസ്. അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഈ മേഖലയിൽ ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വേണം. നമ്മൾ ഫ്ലെക്സ് ചെയ്യും. യോസേഫ് തൻ്റെ സഹോദരന്മാരോട് റിയലി ഫ്ലെക്സ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം കിട്ടിയത്, അല്ലേ? എല്ലാവരും വന്ന് മുമ്പിൽ നിൽക്കുക. എന്തുവാ ചെയ്തേ? അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ, എന്തോ ഒരു സൗമ്യന, എന്തോ ഒരു സൗമ്യന. അവരെ മുഴുവൻ പകരം വീട്ടണ്ട. ഞാൻ പറയട്ടെ, ഒരു ദൈവവിശ്വാസി എന്നുള്ള നിലയിൽ ലെറ്റ് ഹിം നോട്ട് ടേക്ക് റിവെഞ്ച്. ഈ കെട്ടിപ്പിടിച്ച് കരയുന്ന അതെന്തുവാ? വാട്ട് ഇസ് ദാറ്റ്? ഭയങ്കരം. മോശയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? മോശയെക്കുറിച്ച് സംഖ്യാപുസ്തകം 12:3 മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നെന്ന്. മോശയെക്കുറിച്ച് എന്നാ പറഞ്ഞേ? പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ മോസസ് വുഡ് ടോക്ക് വിത്ത് ഗോഡ് ആസ് എ ഫ്രണ്ട് വുഡ് ടോക്ക് ടു ഹിസ് ഫ്രണ്ട്. ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നു. ഈ മോശയെക്കുറിച്ച് ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് ഇതൊരു സെഷനായിട്ട് പഠിക്കാം. കാരണം ജസ്റ്റ് ഇമാജിൻ, താൻ രക്ഷിച്ചു കൊണ്ടുവന്ന ആളുകളെല്ലാം കൂടെ തിരിഞ്ഞിട്ട് പറയാ, മോശേ നിന്നെ ആരാ ഞങ്ങളുടെ മേളിലാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് ക്യാൻ യു തിങ്ക് ഫോർ എ മൊമെന്റ്? തൻ്റെ ദൈവം പറഞ്ഞ ഈ മനുഷ്യരെ എല്ലാം ഞാൻ കളഞ്ഞേച്ച് ഐ വിൽ മേക്ക് എ ലീനേജ് ഫ്രം യു. മോശയ്ക്ക് കൊടുത്തതല്ലേ, ഞാൻ ഇവരെ എല്ലാം തകർത്ത് കളഞ്ഞേച്ച് ഐ വിൽ മേക്ക് എ ലീനേജ് ഫ്രം യു. നിന്നെ ഞാൻ വലിയ ജാതിയാക്കും. മോശ പറഞ്ഞു വേണ്ട. ഇവർ പിറുപിറുപ്പല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയാം, നമ്മുടെ മക്കളെ വരെ എത്ര സ്നേഹിക്കുന്നു. ചിലപ്പോൾ ഇവരെ വെക്കേഷൻ കൊണ്ടുപോയിട്ട് അവർ പിറുപിറുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ഒരു ദേഷ്യം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഓർത്തു നോക്കി, ഇത് മക്കൾ പോലും അല്ല. പുള്ളി സുഖമായിട്ട് പുള്ളിക്ക് കൊട്ടാരത്തിൽ കിടക്കായിരുന്നു, അതെല്ലാം കളഞ്ഞ് ജോലിയും കളഞ്ഞ് പുള്ളി താണ്ട് ഇവരെ രക്ഷിക്കാൻ പോയതാ. പക്ഷെങ്കിൽ എന്തോ ഒരു സൗമ്യനായ മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഒരുപാട് ഒരുപാട് പഠിക്കണം കേട്ടോ. ദിസ് ഇസ് എ ഹൈ കോളിംഗ്. ഇതൊരു വലിയ കോളിംഗ് ആണ്. ഇനി നമ്മുടെ ഏറ്റവും വലിയ മാതൃക ക്രിസ്തുവിനെ നോക്കിയേ. ഒരുത്തൻ ചെകിടത്ത് അടിച്ചിട്ട് പറഞ്ഞ്, നീ ദൈവപുത്രനാണെങ്കിൽ അടിച്ചവൻ ആരാണെന്ന് പറയാൻ. ഞാനായിരുന്നു എന്ത് ചെയ്യുന്നറിയോ? ഞാനായിരുന്നെങ്കിൽ ആദാം മുതൽ അടിച്ചവൻ്റെ അപ്പൻ വരെയുള്ള പേരുകൾ ഒരൊറ്റ അടിക്ക് പറഞ്ഞേനെ. കാരണം ഞാൻ ദൈവപുത്രനല്ലേ, ആദാമിനെ ഉണ്ടാക്കിയത് ഞാനല്ലേ. ഒരൊറ്റ അടിക്ക് ഞാൻ വംശാവലി പറഞ്ഞു കൊടുത്തേനെ, അല്ലേ? അറക്കപ്പെട്ട കുഞ്ഞാട് അവൻ മിണ്ടാതിരുന്നെന്നാ പറഞ്ഞ്. ഇതാണ് സൗമ്യത. ദിസ് ഈസ് പവർ അണ്ടർ കൺട്രോൾ. നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മളിങ്ങനെയാണോ? ഞാൻ ഈ കാര്യത്തിൽ ഒരുപാട് 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 ഒരുപാട്
നമ്മൾ ബിക്കോസ് പീപ്പിൾ നോ us ആസ് ക്രിസ്ത്യൻസ് നമ്മൾ മിണ്ടാതിരിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും പറയത്തില്ല. നമ്മൾ പ്രതികാരം എടുക്കത്തില്ല. അതൊക്കെ ശരിയാ. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ അവർ പ്രതികരിക്കുന്ന പോലെ തിരിച്ച് നമ്മൾ പ്രതികരിക്കത്തില്ല. അതൊക്കെ കറക്റ്റാണ്. അതൊക്കെ ശരി, നോ പ്രോബ്ലം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൗമ്യതയുണ്ടോ നമുക്ക്? നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാൻ പറയുവോ? പറയത്തില്ല. പറയത്തില്ല. ആ ഒരു അടി കിട്ടി കഴിയുമ്പം നീ ദൈവപുത്രൻ, ഡോണ്ട് വി വാലിഡേറ്റ് ourselves in some way or the other? ഓൾവേസ് ഐ ഡു ഇറ്റ്. ഞാനത് ഡയറക്റ്റായിട്ട് ചെയ്യത്തില്ല. ഞാൻ വേറെ എന്തെങ്കിലും വഴി കൂടെ ഞാൻ കാണിക്കും. എടാ മോനെ, ഞാനായിരുന്നു ശരി എന്നുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും കാണിച്ചിരിക്കും. ഐ വിൽ ഷോ. നമ്മൾ പ്രതികാരം എടുത്തെന്ന് ആർക്കും തോന്നത്തില്ല. നമ്മൾ ശബ്ദം ഉയർത്തിയെന്ന് ആർക്കും തോന്നത്തില്ല. പക്ഷെ അവരറിയും. ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, വി വർ റൈറ്റ്. അത് സൗമ്യതയല്ല. അത് ക്രിസ്തു മാർഗമല്ല. എന്നാൽ അതാണ് പ്രിയമുള്ളവരെ, ദാറ്റ് ഇസ് ദ ഹൈ കോളിംഗ് ക്രൈസ്റ്റ് ഹാസ് ഫോർ us. അതിന്റെ റിസൾട്ട് എന്താ? ദ മീക്ക് ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത്. നാം എന്ത് ചെയ്യും? ഈ ലോകത്തെ അവകാശമാക്കും. മില്ലേനിയൽ കിങ്ഡം, വരുവാനിരിക്കുന്ന ലോകം അവകാശമാക്കുന്നത് സൗമ്യതയുള്ളവരാ എന്ന് എൻ്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയും. എൻ്റെ പിതാവിനെ കുറിച്ച്, അബൌട്ട് മൈ ഫാദർ. ഇത്രയും മീക്കായിട്ടൊരു മനുഷ്യൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാൻ പറയും, എനിക്ക് ആ ക്യാരക്ടറിസ്റ്റിക് ഒരു ശകലം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കാരണം നമ്മൾ ഐ കം ഫ്രം എ വേൾഡ് വെർ ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രൂവിങ് യുവർ സെൽഫ്, അല്ലേ? എങ്ങനെയെങ്കിലും നമ്മൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. എന്നാൽ വിശ്വാസിയാണ് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് പ്രതികരിക്കാനും വയ്യ, എന്നാൽ ഒട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണം. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ അതല്ല, അതിൻ്റെ അപ്പുറമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് ക്രൈസ്റ്റ് ഇസ് കോളിംഗ് us. സോ ലെറ്റ് us നോട്ട് ലോവർ our ബെഞ്ച് മാർക്ക്. നമ്മുടെ ബെഞ്ച് മാർക്ക് അതായിരിക്കട്ടെ. എന്നാൽ അതിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. 4 പകുതി ആയതേ ഉള്ളല്ലോ. എന്നാൽ നമുക്ക് 4 നിർത്തിയിട്ട് അടുത്ത പ്രാവശ്യം ചെയ്താലോ? കാരണം ഇതല്ലെങ്കിൽ ഓവർഡോസ് ആയി പോകുമെന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, നമുക്ക് 4 നിർത്താം. ഓക്കെ. പിന്നെ 4 പറയുന്നത്, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ റൈച്ചസ്നെസ്, ഫോർ ദേ ഷാൽ ബി സാറ്റിസ്ഫൈഡ്. 4 പറയുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കണം. ഈ വിശന്ന് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിശക്കുന്ന ദാഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി സ്റ്റാവിങ്, ഹങ്കറിങ് ആൻഡ് തേഴ്സ്റ്റിങ്. ഈ ആഹാരം ലഭിക്കാതെ ഒരു 3 ദിവസം, ഞാനിപ്പോൾ ഓർക്കുന്നതാണ്, നമ്മുടെ ഹരിയാനയിലെ മിഷണറിമാരുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരാദ്യം യമുന നഗറിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു മിഷൻ ഫീൽഡിൽ പോയിട്ട് അന്ന് ഗൂഗിൾ മാപ്പ് ഇല്ല, കൂടെ കൊണ്ടുപോകാൻ ആളില്ല, സെൽഫോൺ ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് ഒരു പ്രയാസം വന്ന് ഇവർ തിരിച്ച് നടന്നു വരിക. 1.5 ദിവസം തിരിച്ച് നടക്കേണ്ടി വന്നു. 1.5 ദിവസം കേട്ടോ, 1.5 days അവർ നടക്കേണ്ടി വന്നു. അവർ നടന്ന് തിരിച്ച് കഷ്ടപ്പെട്ട് ബേസിൽ വന്നപ്പോൾ 1.5 ദിവസം അവർ നടന്നിട്ടുമുണ്ട്, കഴിച്ചിട്ടുമില്ല. 1.5 ആണോ 3 ദിവസമാണോ, ഐ കാൻ റിമെമ്പർ ദ എക്സാക്ട് ഡീറ്റെയിൽസ്, സംതിങ് ലൈക്ക് ദാറ്റ്. അവരൊരു കൂട്ടമാണ്, ഫുൾ നമ്മുടെ മിഷണറി സഹോദരന്മാർ. അവർ പറയാം, അവരകത്തോട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് ഈ ചോറിൻ്റെ വില അവർ ചില പറയാം, ഈ ചോറിട്ട കലത്തിനകത്തോട്ട് കൈയിട്ടങ്ങ് എടുക്കുക. കാരണം വിശന്ന് എന്ന് പറഞ്ഞാൽ എന്താ? ആ സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ വരുന്ന ഒരാൾ, അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതാ പിടിച്ചോ വാൻ ഹ്യൂസന്റെ ന്യൂ ഷർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഷർട്ടിനോട് എന്തെങ്കിലും പ്രിയമുണ്ടോ? അവനതൊരു വിഷയമല്ല. അവന് വേണ്ടത് ചോറാ. ഹി വാണ്ട്സ് ഫുഡ്. ഇങ്ങനെ ദാഹിക്കണമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യങ്ങൾക്ക് ദാഹിക്കരുത്. യു ഹാവ് ടു ഹാവ് എ സിംഗിൾ കൺസ്യൂമിങ് പാഷൻ ഫോർ റൈച്ചസ്നെസ്. പറഞ്ഞു മനസ്സിലായോ? ആ ദാഹം വരുന്നതിന്റെ പ്രത്യേകത, എനിക്ക് മറ്റ് ദാഹങ്ങൾക്കൊന്നും പ്രസക്തിയില്ലെന്നുള്ള അതിന്റെ അർത്ഥം. സോ ദ ടെൻഡൻസി ഓഫ് fallen mankind is always to turn to itself. ഇങ്ങനത്തെ ഒരു ഈ ദാഹം ഉണ്ടല്ലോ, ദൈവം നമ്മുടെ ഉള്ളിൽ ജനിപ്പിച്ചിട്ടുണ്ട്. ഈ ദാഹം, ദ സ്പിരിച്വൽ ഡിസയർ, നമ്മളത് ക്രിസ്തുവിലും നീതിയിലും കണ്ടില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് ഇറ്റ് ഇൻ റൈച്ചസ്നെസ്, യു വിൽ ടേൺ ടു എവറി സിംഗിൾ അതർ തിങ്. പക്ഷേ കർത്താവ് ശമരിയ സ്ത്രീയോട് പറഞ്ഞ പോലെ, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ വീണ്ടും ദാഹിക്കും. ഇറ്റ് വിൽ നെവർ ബ്രിങ് യു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ എന്തുവാ? യു ഹാവ് ടു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ righteousness. You have to hunger and thirst for righteousness. പിന്നെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ജനിക്കുന്നതിന് മാത്രമേ ഇങ്ങനത്തെ ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ രാജ്യത്തിൻ്റെ ഭാഗവാക്കുകളല്ലാത്തവർക്ക് ഈ ദാഹം എന്താണെന്ന് മനസ്സിലാകത്തില്ല.
There is a thirst for them also, but they will never realize it's for God. They will always go and find their thirst and quench their thirst with other things. ഇങ്ങനെ ദാഹിക്കുന്നതിന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ. മോശ പ്രാർത്ഥിക്കുക. ഈ മോശ ദൈവത്തെ കണ്ടതുപോലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവപ്രവൃത്തി മോശ കണ്ടതുപോലെ ആരെങ്കിലും ഞാൻ പറയട്ടെ, ഇനി ഏറ്റവും വലിയ ഈ കാലത്തെ സോ കോൾഡ് അപ്പോസ്റ്റലോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ചെങ്കടൽ പിളർന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വെല്ലുവിളിക്കുക ഞാൻ. നിങ്ങൾ ആരും ആയിക്കോട്ടെ, യു ബി എനിബഡി. ചെങ്കടൽ പിളർന്ന് മന്ന സ്വർഗത്തിൽ നിന്ന് വന്ന് കണ്ടിട്ടുണ്ടോ? നീലനദി രക്തമാക്കി കണ്ടിട്ടുണ്ടോ? ഇത്ര വലിയ അത്ഭുതം ഒരു വടി കൊണ്ട് ഒരു സൈന്യത്തെ മുഴുവൻ മുട്ടുകുത്തിച്ച് ആരെങ്കിലും ഉണ്ടോ? ഇത്രയും വലിയ പ്രവൃത്തി കണ്ട മോശ പറയുക, എനിക്ക് നിന്റെ തേജസ് കാണണമെന്ന്. ഇതാണ് ദൈവത്തോടുള്ള ആഗ്രഹം. എത്ര കർത്താവേ, ഇനി ഇത് പോരാ, ഇനിയും വേണം, ഇനിയും വേണം കർത്താവേ, കർത്താവേ ഇനിയും വേണം. ദൈവഭക്തന്റെ പ്രത്യേകതയാണ്, ഹീസ് ഓൾവേസ് തേഴ്സ്റ്റിംഗ് ഫോർ മോർ ഓഫ് ഗോഡ്. ദൈവത്തിനു വേണ്ടി കൂടുതൽ. ഹീസ് ജസ്റ്റ് പാങ്. അതല്ലേ, മാന്നീർ തോടിനായി ദാഹിക്കുന്നത് പോലെയാണ്. ആസ് ദ ഡിയർ പാൻസ് ഫോർ ദ വാട്ടർ, സോ മൈ സോൾ ലോങ്സ് ഫോർ യു, ഓ ഗോഡ്. അതാണ് ഒരു യഥാർത്ഥമായ ദൈവവൈതലിന്റെ. ഇതിവിടെ പറഞ്ഞു നിർത്താം, കാരണം അല്ലേ നമുക്ക് നടക്കത്തില്ല. ഞാൻ ഓർത്ത് 3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു മാരത്തോൺ ഓടാമെന്ന് വിചാരിച്ച് വന്നതാ, പക്ഷെ ഇപ്പൊ തന്നെ സമയം തീർന്നു. എനിക്ക് ആത്മീയമായ ദാഹമുണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റിംഗ് നമുക്ക് നടത്തിയിട്ട് നമുക്ക് നിർത്താം. 1, ആർ യു ഡിസാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സെൽഫ്? എൻ്റെ സ്വയത്തിൽ ഞാൻ എന്താ പറയണ്ടേ, അതൃപ്തനാണോ? ആം ഐ ഡിസാറ്റിസ്ഫൈഡ്? കർത്താവ്, എനിക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു, എൻ്റെ ആഗ്രഹങ്ങളുടെ പുറകിലെല്ലാം ഞാൻ പോയി, നേടേണ്ട എല്ലാം. ഹാവ് യു കം ടു എ പ്ലേസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ? ആത്മീയമായ ദാഹമുണ്ടെങ്കിൽ യു വിൽ കം ടു എ പ്ലേസ് വെർ യു ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സെൽഫ്. എൻ്റെ ജഡത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ മടുത്തു. 2, എക്സ്റ്റേണൽ മീൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് നാം വിരമിച്ചിട്ടുണ്ടോ? പണ്ട് നാം എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. വെരി ഗുഡ്, യു ആർ സ്പിരിച്വലി ഹംഗ്രി. യു ആർ സ്പിരിച്വലി ഹംഗ്രി. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ പോലെ, പുള്ളി പറയാം, പണ്ട് ഞാൻ ഈ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ഒരുപാട് കാണുമായിരുന്നു കേട്ടോ. കർത്താവിനെ അറിഞ്ഞ് കഴിഞ്ഞപ്പോഴും കാണുമായിരുന്നു. പക്ഷെ കർത്താവിൽ വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ലെന്ന്. ഐ എം നോട്ട് ഏബിൾ ടു ഫൈൻഡ് മൈ ജോയ് ഇൻ എക്സ്റ്റേണൽ തിങ്സ്. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, പക്ഷേ ഐ കാൺ ഫൈൻഡ് മൈ ജോയ് ഇൻ ദോസ് തിങ്സ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ എത്രയോ കാര്യങ്ങൾ ഒരു 10 വർഷം മുമ്പ് 12 വർഷം മുമ്പ് ഐ കുഡ് എൻജോയ്. ഐ കാൺ എൻജോയ് ഇറ്റ് എനിമോർ. അതിൽ എനിക്ക് തൃപ്തി. ഞാൻ എന്നോട് തന്നെ പറയും, ഓക്കെ നമുക്ക് ഇതൊന്ന് എൻജോയ് ചെയ്യാം. എനിക്ക് എൻജോയ് ചെയ്യാൻ ഒക്കത്തില്ല. അവർ ആപ്പിറ്റൈറ്റ്സ് ഹാവ് ചേഞ്ച്ഡ്. നമ്മുടെ ദാഹം മാറിപ്പോയി. ഇനിയിപ്പോൾ അത് വളർത്താൻ വലിയ പ്രയാസമാണ്. എക്സ്റ്റേണൽ ഫ്രീഡം ഫ്രം എക്സ്റ്റേണൽ മീൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. 3, ദൈവവചനത്തിനുള്ളൊരു കാംക്ഷയുണ്ട്. കർത്താവേ, വചനം. ക്രേവിംഗ് ഫോർ ഗോഡ്സ് വേർഡ്, ദൈവവചനം. അങ്ങനെയാണെങ്കിൽ വി ആർ സ്പിരിച്വലി ഹംഗ്രി. 4, ദൈവീകമായ കാര്യങ്ങളിൽ സന്തോഷം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരുപാട് ഞാൻ ഈ സഭകളിലൊക്കെ പ്രസംഗിക്കുമ്പോഴേ, one thing I've realized is we have a huge crowd of people who are so satisfied with the things of the world. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ അങ്ങ് സംതൃപ്തി നേടി അങ്ങ് ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പൊ ഇങ്ങനെയുള്ളവരെ നമ്മൾ ഈ ദൈവികമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് അവർക്ക് സന്തോഷം, അവർക്ക് ഇതിനോട് എതിർപ്പൊന്നുമില്ല, പക്ഷെ അതിലവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. വി നീഡ് ടു ലേൺ ഹൗ ടു ഫൈൻഡ് പ്ലെഷർ ഇൻ ദ തിങ്സ് ഓഫ് ഗോഡ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ദൈവമക്കളെ കാണുമ്പോൾ ഉള്ള സന്തോഷം അല്ലേ? ഐ നീഡ് ടു റിജോയ്സ് ഇൻ ദ പീപ്പിൾ ഓഫ് ഗോഡ്. എൻ്റെ സ്നേഹിതരെല്ലാം ലോകക്കാരാണെങ്കിൽ എന്തോ തകരാറ് എവിടോ ഉണ്ട്. ഞാൻ സന്തോഷിക്കുന്നതെല്ലാം ലോകക്കാരാണെങ്കിൽ സംതിങ് ഇസ് മിസ് എന്ന് പറഞ്ഞ് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണമെന്നല്ല പറഞ്ഞ്. എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്, രക്ഷിക്കപ്പെടാത്തത് ഒരുപാട് പേരുണ്ട്. ഐ ഹാവ് ഇൻട്രാക്ഷൻസ്, ഗുഡ് റിലേഷൻഷിപ്സ് വിത്ത് സോ മെനി പീപ്പിൾ. പക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം എപ്പോഴാ? സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡി വരുമ്പോൾ അതാണ് എൻ്റെ സന്തോഷം. കർത്താവിനെ അറിയുന്നവരെ കാണുമ്പോൾ സന്തോഷം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ഡിലൈറ്റ് ഇൻ ദ തിങ്സ് ഓഫ് ഗോഡ്. ദൈവികമായ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുമ്പോൾ. അപ്പോൾ ഇന്ന് ഈ ടെസ്റ്റ് ഒന്ന് എടുക്കാം. ആം ഐ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് മൈ സെൽഫ്? ഞാൻ മറ്റു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നത് കുറയുന്നുണ്ടോ? ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവികമായ കാര്യങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് എ ടെസ്റ്റ് ഫോർ ദ തിങ്സ് ഓഫ് ഗോഡ്.
അങ്ങനെയെങ്കിൽ മാന്നീർ തോടിനായി ഇങ്ങനെ ദാഹിക്കുന്നവന്റെ ദാഹം എല്ലാം കർത്താവ് ശമിപ്പിക്കും കേട്ടോ. കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്ന, കൊതിയോട് ആഗ്രഹിക്കുന്നവരുടെ ദാഹം കർത്താവ് തീർക്കും. അത് കർത്താവിന് മാത്രമേ തീർക്കാൻ ഒക്കത്തുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. അത് ഓർത്തോണം. എനിവേ 4 കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നിർത്താം. കാരണം നമുക്ക് അടുത്ത സെഷൻ ബാക്കി 3. എന്നാൽ ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഇന്നും നാളെയുമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാമോ? ക്യാൻ വി ജസ്റ്റ് ടെസ്റ്റ് ആർ ലൈഫ്? ഒന്ന് നോക്കാമോ? ആത്മാവിൽ ദരിദ്രർ, കർത്താവ് നീ ഇല്ലെങ്കിൽ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പാപത്തെക്കുറിച്ചും പാപ സ്വഭാവത്തെക്കുറിച്ചും ദുഃഖിക്കുന്നവനാണോ ഞാൻ? എം ഐ മോർണിംഗ് ഫോർ ദ റൈറ്റ് തിങ്സ്? അതോ യേശാവിനെ പോലെ അയ്യോ അനുഗ്രഹം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണോ ഞാൻ കരയുന്നത്? ഞാൻ ശരിയായ കാര്യങ്ങളെക്കുറിച്ചാണ് ദുഃഖിക്കുന്നതെങ്കിൽ ഐ വിൽ ബി കംഫർട്ട്, ആശ്വാസം എനിക്ക് ലഭിക്കും. 3, സൗമ്യത എൻ്റെ ജീവിതത്തിലുണ്ടോ? ഇസ് ദ മീക്ക്നെസ്? ഡു ഐ ട്രൈ ടു സെറ്റിൽ സ്കോഴ്സ് വിത്ത് പീപ്പിൾ? ഞാനൊരു ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാമേ. 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു ചെറിയ എൻ്റെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവർ ഞാനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പം ഞങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്തിട്ട് അവരെ ഇന്ത്യയിൽ ഞാൻ ലോഞ്ച് ചെയ്തു. കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ആൻഡ് ദ ബിസിനസ് വാസ് പ്രിറ്റി സക്സസ്ഫുൾ. അവർ നന്നായിട്ട് സക്സസ്ഫുൾ. അവർ ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് കഴിഞ്ഞപ്പം അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തു. ഞങ്ങൾ തമ്മിൽ എഗ്രി ചെയ്ത ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ടേംസ് അല്ലല്ലോ നമ്മൾ എഗ്രി ചെയ്തേ. അവർ പറഞ്ഞു ഇല്ലില്ല ഞങ്ങൾക്ക് പറ്റത്തില്ല, മറ്റേത് എക്സ്ക്ലൂസിവിറ്റി ഒക്കെ ഞങ്ങൾ എഗ്രി ചെയ്തു. അവരത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തു. ഞാൻ ഒരുപാട് പ്രാവശ്യം അവരുടെ ഓണേഴ്സിനോടൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞില്ല അത് പറ്റത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനല്ലല്ലോ നമ്മൾ എഗ്രി ചെയ്തത്. അപ്പം ക്രിസ്ത്യാനി ആയതുകൊണ്ട് ചൂടാകാനൊക്കത്തില്ല, നമുക്കൊന്നും പറയാനൊക്കത്തില്ല അല്ലേ? നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഒരു 3 ആഴ്ച 2 രാത്രിയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടു. കാരണം എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ ഇച്ചിരി പ്രയാസം വന്നു. ഞാൻ ഒരു 3 months കഴിഞ്ഞു. അകത്ത് ഞാൻ തീരുമാനിച്ചു കാണിച്ചു തരാം. ഒരു 6 മാസം കൊണ്ട് കമ്പനി ഇന്ത്യയുടെ പുറത്തായി. അവർക്ക് പിന്നെ ഇന്ത്യ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. 6 മാസം. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനായിരുന്നു അതിൻ്റെ ഇത്. അവർക്ക് ആദ്യം എന്തോ എവിടുന്നാ ഇത് വരുന്നതെന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. 6 months ദർ ഔട്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നെ അവർ ഓണർ തൊട്ട് CEO തൊട്ട് എന്നെ വിളിക്കാൻ ശ്രമിച്ചു. ഞാൻ ഫോൺ എടുക്കത്തില്ല. കാരണം എന്നാ യു ഡിൻറ്റ്. അപ്പം ഐ ഫീൽ വാലിഡേറ്റഡ്. കാരണം നിങ്ങൾ എന്നോട് തെറ്റ് ചെയ്തു. ഐ നോ ഹൗ ടു ഷോ യു, ഐ വിൽ പുട്ട് യു ഇൻ യുവർ പ്ലേസ്. അപ്പോൾ ഇന്ത്യ ഇത്രയും വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് അവർക്ക് എൻ്റർ ചെയ്യണം. 2.5-3 വർഷം ദേ ട്രൈ ടു റീച്ച് മീ. ഞാൻ പിടികൊടുത്തില്ല. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഇത് സൗമ്യതയല്ല, ദിസ് ഇസ് നോട്ട് മീക്ക്നെസ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ വയലേറ്റ് ചെയ്ത് ശരി. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു പാർട്ട്ണർ വിത്ത് ദം അതും ഓക്കെ. ഫോൺ എടുക്കാതിരിക്കുന്നത് ശരിയല്ല. ഏതാ? അതുകൊണ്ട് കഴിഞ്ഞ മാസം ഞാൻ ആദ്യമായിട്ട് ഫോൺ എടുത്തു പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയല്ല, ഇങ്ങനല്ല, അത് ചെയ്യേണ്ടത് ശരിയായിട്ടുള്ള വിധത്തിലല്ല നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഫ്യൂച്ചർ പാർട്ട്ണർഷിപ്പ് എനിക്ക് താല്പര്യമില്ല. ഐ ഹാവ് നത്തിങ് എഗൻസ്റ്റ് യു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ആ ഭാരം പോയത്. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അൺലെസ് വി കം ടു ദോസ് ടേംസ് വി ക്യാൻ നെവർ ഫൈൻഡ് അവർ ജോയ് ഇൻ ഗോഡ്. നമുക്ക് അവർ പുറത്തു പോയെന്നുള്ളൊരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ ദൈവത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ ദൈവികമായ വഴി കൂടെ ചെയ്താലേ ഒക്കത്തുള്ളൂ. അപ്പോൾ ദീസ് ആർ ഓൾ സ്മോൾ തിങ്സ് ദാറ്റ് ഐ എം ഷെയറിങ് ഫ്രം മൈ ലൈഫ്. കാരണം ഇവിടെയാണ് നമുക്ക് സൗമ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയുന്നത്. അല്ല ഞാനിവിടെ ഒന്ന് സൗമ്യതയെക്കുറിച്ചും ഗിരിപ്രഭാഷണത്തിനെക്കുറിച്ചും എക്സ്പോസിറ്ററി ടീച്ചിങ് ഒക്കെ ചെയ്യാനാണ് ഇറ്റ്സ് വെരി ഈസി. ബട്ട് ഹൗ ഡസ് ഇറ്റ് റിഫ്ലക്ട് ഇൻ യുവർ ലൈഫ്? അവിടെ അറിയാം സൗമ്യത ഉണ്ടോയെന്ന്. 4ാമത് നമ്മൾ പഠിച്ച കാര്യം, ഹാവ് യു ഡെവലപ്ഡ് എ സ്ട്രോങ് ആപ്പറ്റൈറ്റ് ഫോർ ഗോഡ്? ദൈവികമായ കാര്യങ്ങൾക്ക് ഞാൻ വിശന്ന് ദാഹിക്കുന്നവനാണോ? പിന്നെ ഈ ദാഹത്തെ കെടുത്തിക്കളയുന്ന കുറേ മറ്റു കാര്യങ്ങളുണ്ട്. അതൊക്കെ കയറി വന്നിട്ട് നമ്മുടെ ദാഹം കർത്താവിനുള്ളതൊക്കെ പോയോ? ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. വി ഹാവ് ടു കം ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അതിലാണ് നമ്മുടെ ദാഹം നാം ശമിപ്പിക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ സം ആൻഡ് സബ്സ്റ്റൻസ് അത് അടുത്ത സെഷൻ കഴിയുമ്പോൾ ഞാൻ പറയാം. പക്ഷേ എന്താണ് സം ആൻഡ് സബ്സ്റ്റൻസ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം നമുക്ക് ക്രിസ്തുവിനെ പോലെ ആകണം. വി ഹാവ് ടു ബി ലൈക്ക് ജീസസ് അല്ലേ? അപ്പം യേശുവിനെ പോലാണോ എന്നുള്ളതിന് 8 എന്താ പറയേണ്ടത് ക്രൈറ്റീരിയ ആണിത്. യേശുവിനെ പോലെ ആണോ എന്നുള്ളതിന് 8 ക്രൈറ്റീരിയയാണ് ഈ പറയുന്ന മംഗളവചനങ്ങൾ. അതുകൊണ്ട് ഇനി നമുക്ക് എന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറയാം.
കാരണം എനിക്ക് ട്രാവലിംഗ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ സമയത്ത് ഈ സെഷൻ ഈ സ്റ്റഡി നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കണം. എന്നിട്ട് ജീവിതത്തെ ഒന്ന് ശോധന ഞാനും അത് ചെയ്യുന്നതായിരിക്കും. ഇറ്റ്സ് മൈ പ്രോമിസ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ തന്നെ ഒരു മിഷണറി സ്വന്തം പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു പുള്ളിയുണ്ട്, ഒരു വെരി ഫേമസ് മിഷണറി ഉണ്ട്. പുള്ളി സ്വന്തം പ്രസംഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പ്രസംഗിച്ച് രക്ഷിക്കപ്പെട്ട ഒരാളുണ്ട്. എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും ഐ ലിസൺ ടു ദ സ്റ്റഫ് ഐ സേ ആൻഡ് ഐ എം ലൈക്ക്, അയ്യോ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് എനിക്കൊരു ബ്രേക്ക് തരണം, ഞാൻ പ്രസംഗിച്ചതൊക്കെ ഒന്ന് പ്രാക്ടിക്കലാക്കാൻ. എന്ന് പറഞ്ഞാൽ ഐ വിൽ ഓൾസോ ബി ഡൂയിങ് ദിസ്. നമുക്ക് യേശുവിനെ പോലെ ആകണം. ദാറ്റ് ഇസ് ദ ഡിസയർ ഓഫ് അവർ ഹാർട്ട്. യേശുവിനെ പോലെ ആകാൻ, യേശുവിനെ പോലെ ചിന്തിക്കാൻ, യേശുവെ പോലെ പെരുമാറാൻ, യേശുവെ പോലെ സൗമ്യനായ രാജാവ്. ഹി വാസ് ദ കിങ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ ഉലകത്തിന്റെ രാജാവ് ഒന്ന് ഓർത്തു നോക്കിയ, നാട്ടുരാജാവ് ലോകാധിപതിയോട് ചോദിക്കുക, നീ ആരാടാ, നിനക്ക് അധികാരം തന്ന ആരാടാന്ന്. ഷോ ഒന്ന് ഓർത്തു നോക്കി. ഇതിൽ കൂടുതലൊരു എനിക്ക് എനിക്കിതൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിതൊക്കെ ഇമാജിൻ ചെയ്യാൻ വലിയ പ്രയാസമാണ്. സകലത്തെയും തൻ്റെ വാക്കിനാൽ ഉളവാക്കിയ രാജാവിനോട് ലോക്കൽ രാജാവ് ചോദിക്കുക, നീ ആരാടാന്ന്. ഷോ മൈ ഗുഡ്നസ്, ഐ കാണ്ട് ഇമാജിൻ. പക്ഷെ അവിടെയും മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം സൗമ്യത. ആ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. അതിന് നല്ലൊരു അളവുകോലാണ് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ആദ്യത്തെ ഭാഗം, മംഗളവചനങ്ങൾ. അപ്പം ഇതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യാം. കർത്താവിനെ പോലെ ആയി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിൻ്റെ വചനത്തിലേക്ക് ഞങ്ങൾ നോക്കി ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഞങ്ങൾ കുറവുള്ളവരാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കർത്താവെ, നിൻ്റെ കൃപ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ആത്മാവിൽ ദരിദ്രര. അങ്ങ് സഹായിച്ചില്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. കർത്താവെ സഹായിക്കണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ. കർത്താവെ സൗമ്യതയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ, അടിയന് തരണം. കർത്താവെ മീക്ക്, ഒരുപാട് എത്രയോ പ്രാവശ്യം ഞങ്ങൾ അഹങ്കരിച്ചു പോകുന്നു. കർത്താവെ ക്ഷമിക്കണമേ. കർത്താവെ ക്ഷമിക്കണമേ. മറ്റ് ചില കാര്യങ്ങളാൽ ഞങ്ങളുടെ ആപ്പറ്റൈറ്റ്സ് ഒക്കെ ക്വെൻച്ച്ഡ് ആയിട്ടുണ്ട്. നീതിക്ക് വേണ്ടിയും ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം വർദ്ധിപ്പിക്കണമേ. കർത്താവിലേക്ക് തിരിയുവാൻ, വചനത്തിലേക്ക് തിരിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്റ്റഡി ഇന്ന് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, പഠിച്ചിട്ട് പോകാനല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാകണം. അങ്ങ് സഹായിക്കണമേ. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.